ബുദ്ധി തന്നെ ശക്തി. മാലുകുറുക്കൻ കുറ്റിക്കാട്ടുകൾക്കിടയിലൂടെ വളഞ്ഞൊഴുകുന്ന കാട്ടാറിന്റെ കരയിൽ ചെന്നു. വല്ലാത്ത വിശപ്പും ദാഹവും. അവൻ ആറ്റിലിറങ്ങി ആർത്തിയോടെ കുറെ വെള്ളം നക്കി കുടിച്ചു. തലയ്ക്ക് ഒരു വെളിവ് വീണതുപോലെ തോന്നി. പതുക്കെ കരയ്ക്കു കയറി നിന്നു. എന്തോ ഒരു ശബ്ദം. അവൻ ശ്രദ്ധിച്ചു. താഴെ ഏതോ മൃഗം വെള്ളം കുടിക്കുകയാണ്. മാലുകുറുക്കൻ ഒളിഞ്ഞു നോക്കി. ഒരു കാട്ടുപോത്ത്. അവനോട് എതിരിടുവാൻ സാധിക്കില്ല. അറിഞ്ഞ് ഒരിടി പറ്റിയാൽ അതോടെ കഥ കഴിയും. എങ്കിലും തടിയൻ പോത്തിനെ ഉപേക്ഷിക്കാൻ മാലുവിന് മനസ്സ് വന്നില്ല. അവൻ അവിടെ ഇരുന്ന് ആലോചിച്ചു, എങ്ങനെ ഇവനെ വകവരുത്താം. അവസാനം ഒരു തീരുമാനത്തിലെത്തി. മാലു പതുക്കെ പോത്തിന്റെ പുറകിൽ ചെന്നു നിന്നു. വെള്ളം കുടി കഴിഞ്ഞ് കൊമ്പൻ തിരിഞ്ഞു നോക്കി. ഒരു കുറുക്കൻ. പോത്തിന് വല്ലാത്ത കോപമുണ്ടായി. അവൻ പിന്നോട്ടൊരു കുതിപ്പ്. മാലു മാറിക്കളഞ്ഞു. അല്ലെങ്കിൽ അതോടെ എല്ലാം അവസാനിക്കുമായിരുന്നു. കൊമ്പൻ ചേട്ടാ, ഇതെന്താ? ഞാൻ ചേട്ടനെ കാണാൻ വന്നതല്ലേ. കാണും മുമ്പ് ഇങ്ങനെ കോപിച്ചാലോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. കുറുക്കൻ അനുനയത്തിൽ അറിയിച്ചു. വേണ്ടടാ, നിന്റെ കൂട്ടുകാരെല്ലാം എനിക്കറിയാം. പാവത്തരം കാണിക്കില്ലെന്നും എൻ്റെ അടുത്ത് ചെലവാകില്ല. കൊമ്പൻ പറഞ്ഞു. അതെന്താ ചേട്ടാ അങ്ങനെ പറയുന്നത്? ഒരു കൂട്ടത്തിൽപ്പെട്ടവരെല്ലാവരും ഒരേപോലെയാണോ? എല്ലാ കൂട്ടത്തിലും നല്ലവരും കൊള്ളരുതാത്തവരും കാണും, മാലു അറിയിച്ചു. എത്രയായാലും നിന്റെ ഒന്നും സ്വഭാവം മാറത്തില്ല. നീ അതും ഇതും പറഞ്ഞ് എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. കൊമ്പൻ ചേട്ടൻ പറയുന്നത് ശരിയാ. പക്ഷെ എനിക്കിപ്പോൾ ചേട്ടനെ കളിപ്പിച്ച് എന്ത് നേടാന്? ഒന്നുമല്ല. കാട്ടിലെ മൃഗങ്ങളെല്ലാം ചേട്ടന് വലിയ ശക്തിയാണെന്ന് പറഞ്ഞു നടക്കുന്നു. ഒരു ശക്തിമില്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോൾ അവരത് തെളിയിക്കണമെന്നായി. തെളിയിക്കാമെന്ന് ഞാനും പറഞ്ഞു. അക്കാര്യം ചേട്ടനെ അറിയിക്കാനാണ് ഞാൻ വന്നത്. കുറുക്കൻ ഗൗരവം വിടാതെ പറഞ്ഞു. ഓ, എങ്ങനെ തെളിയിക്കാനാ പോകുന്നത്? എന്നോട് ഗുസ്തി പിടിക്കാനാണോ? അതോ കടിച്ചു തൂങ്ങാനാണോ? കൊമ്പന് വല്ലാത്ത അരിശമുണ്ടായി. ഏയ്, അതൊന്നുമല്ല. പിന്നെ? ആശ്ചര്യത്തോടെ പോത്ത് ചോദിച്ചു. ഞാനൊരു പാറയിൽ ചാരി നിൽക്കും. ചേട്ടൻ ഓടി വന്ന് തല വെച്ച് എന്നെ ഇടിക്കണം. 3 തവണ ഇടിച്ചിട്ടും എൻ്റെ ശരീരത്തിന് ഒരു കേടും വരുന്നില്ല എങ്കിൽ ചേട്ടൻ്റെ ശക്തിയില്ല. അതല്ല, എൻ്റെ ദേഹം ചതഞ്ഞുടഞ്ഞു തെറിച്ചാൽ ചേട്ടൻ അതിശക്തൻ, മാലു പറഞ്ഞു. പന്തയം കേട്ടപ്പോൾ കോപന് വലിയ രസം തോന്നി. തേക്കിൻ തടി വരെ ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞിട്ടുള്ള തൻ്റെ മുന്നിൽ ഒരു പിങ്ങറക്കുറുക്കൻ്റെ ശരീരം ഒറ്റയടിക്ക് തികയുമോ? അവൻ്റെ അവസാനമെടുത്തു. അത്ര തന്നെ. കൊമ്പൻ ചോദിച്ചു. എടാ, നീ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയതാണോ? അതെന്താ ചേട്ടാ, എന്നെ ഇടിച്ചു തെറിപ്പിക്കുമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഈ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കില്ല. ചേട്ടൻ നോക്കിക്കൊള്ളണം, മാലു വാശി പിടിപ്പിച്ചു. ശരി, കണ്ടറിയാം. കൊമ്പന് തമാശ തോന്നി. ഒറ്റയടിക്ക് കുറുക്കനെ ചമ്മന്തിയാക്കണമെന്ന് ഉള്ളിൽ വിചാരിച്ചു. അവർ ഒരു പാറക്കെട്ടിന്റെ സമീപത്തേക്ക് പോയി. അടിഭാഗം അല്പം ഉള്ളിലേക്ക് വഴിഞ്ഞ് മുകൾ ഭാഗം ഉന്തി നിൽക്കുന്ന പാറയുടെ ഒരു വശത്ത് മാലു ചാരി നിന്നു. കൊമ്പൻ ഏതാനും വര പുറകോട്ട് മാറി നിന്ന് മുൻകാലുകൾ കൊണ്ട് ചുരമാന്തി ശ്വാസം പിടിച്ച് പിടലി നിവർത്തി തല അല്പം താഴ്ത്തി ഒറ്റ കുതിപ്പ്. പോത്ത് പാഞ്ഞെടുത്തതും കുറുക്കൻ താണിരുന്നതും ഒപ്പം കഴിഞ്ഞു. കൊമ്പന്റെ തലയുടെ മധ്യഭാഗം തന്നെ ഉന്തി നിന്ന പാറയിൽ ആഞ്ഞിടിച്ച് അവൻ പുറകോട്ട് മറിഞ്ഞു വീണു. പെട്ടെന്ന് കുറുക്കൻ ചാടി എഴുന്നേറ്റു. പോത്ത് അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ഒന്നും അറിയാത്ത പോലെ കുറുക്കൻ പാറയിൽ ചാരി നിൽക്കുന്നു. അവനൊരു പോറൽ പോലുമില്ല. സാരമില്ല കൊമ്പൻ ചേട്ടാ, ഇനി 2 തവണ കൂടി ഇടിക്കാം. അത് കഴിഞ്ഞ് മാത്രമേ കാര്യം തീരുമാനിക്കുകയുള്ളൂ, മാലു അറിയിച്ചു. കൊമ്പന് ആ പറച്ചിൽ തീരെ ഇഷ്ടമായില്ല. ഈ കള്ളക്കുറുക്കനെ തെറിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് ചിന്തിച്ചു കൊണ്ട് പോത്ത് ചാടി എഴുന്നേറ്റ്. തലയ്ക്ക് വല്ലാത്ത വേദന. നെറ്റിത്തടം നല്ലതുപോലെ ചതഞ്ഞുടഞ്ഞിരിക്കുന്നു. എങ്കിലും വാശിയുടെ പുറത്ത് അതൊന്നും വകവെച്ചില്ല. എങ്ങനെയെങ്കിലും കുറുക്കന്റെ വമ്പ് ഇല്ലാതാക്കണമെന്ന് അവൻ തീരുമാനിച്ചു. ചാടി ഇടിക്കത്തക്ക ദൂരത്തിൽ പോത്തു പോയി നിന്നു. തല നേരെ നിൽക്കുന്നില്ല. വല്ലാത്ത ഭാരവും പൊട്ടി അമരുന്ന പോലെയുള്ള വേദനയും. റെഡി, മാലു പാറയിൽ ചാരി നിന്നുകൊണ്ട് പറഞ്ഞു. കണ്ണുമടച്ച് എല്ലാം മറന്ന് പോത്ത് മുന്നോട്ട് കുതിച്ചു. സർവശക്തിയും സംഭരിച്ച് ആഞ്ഞൊറ്റയിടി. മാലു മാറിക്കളഞ്ഞു. പാറ കുലുങ്ങത്തക്ക വിധത്തിൽ അത്ര ശക്തിയുള്ള ആ അടിയോടുകൂടി പോത്ത് തകർന്ന് നിലം പതിച്ചു. തല പൊട്ടിപ്പിളർന്ന് ചോര കുടുകുട ഒഴുകി. മാംസ കഷ്ണങ്ങൾ തെറിച്ചുപോയി. മാലു സന്തോഷത്തിൽ മതിമറന്ന് 3-4 പ്രാവശ്യം മേലോട്ട് ചാടി. അവൻ ഓടിച്ചെന്ന് ഒലിച്ചിറങ്ങുന്ന ചോര നക്കി കുടിക്കാൻ തുടങ്ങി. ചിതറി വീണ ഇറച്ചി കഷ്ണങ്ങൾ ഉള്ളിലാക്കി.
കട്ടിയേറിയ തോലി കടിച്ചു കയറി പോത്തിറച്ചി ജീവനോടെ ഭക്ഷിച്ചതോടെ വയറ് നിറഞ്ഞപ്പോൾ ആശ്വാസത്തോടെ കിടന്ന് വിശ്രമിച്ചു. ഇതുപോലെ തടിയുള്ള മടയന്മാരെ എന്നും കിട്ടിക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. തൻ്റെ ബുദ്ധി ഫലിച്ചതിൽ മാളു കൃതാജ്ഞയായി. വീട്ടുകാരത്തി കൊടുക്കാൻ പോത്തിറച്ചി എങ്ങനെ മാളത്തിലെത്തിക്കും? പിന്നെ അതായി അവൻ്റെ ചിന്ത.